Hello my dear friends, welcome back to Negentropy Tech Tuition. This is Afsal. And this is our second question in Venturimeter. ഈ ക്വസ്റ്റ്യൻ ഒരല്പം ട്രിക്കിയാണ്, ഒരല്പം കൺസെപ്ച്വലാണ്, കൺഫ്യൂസിങ്ങുമാണ്. അത് ശ്രദ്ധിച്ചിരിക്കുക. ഭയങ്കര വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല. പണ്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ബേസിക് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഇവിടെ വരും. അതുകൊണ്ട് അല്പം ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ നിങ്ങൾ, എ ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ വിത്ത് ആൻ ഇൻലെറ്റ് ഡയമീറ്റർ ഓഫ് 20 cm ആൻഡ് ത്രോട്ട് ഡയമീറ്റർ ഓഫ് 10 cm. അപ്പം നമുക്ക് ഡേറ്റാസ് ഒന്ന് എഴുതി പോകാം. നമ്മളിൽ എന്തുണ്ട്? ഇൻലെറ്റ് ഡയമീറ്റർ D1 എത്ര എന്ന് പറയുന്നുണ്ട്? D1 is 20 cm and D2 is what? 10 cm. Okay, is used to measure the flow of water. The pressure at the inlet is, നോക്കൂ, pressure at the inlet P1 തന്നിട്ടുണ്ട്. എത്രയാണ്? It is 17.658 Newton per centimeter square. Newton per centimeter square ആര് തന്നിട്ടുണ്ട്? പ്രഷർ തന്നിട്ടുണ്ട്. And the vacuum pressure at the throat is 30 cm of mercury. ഇവിടെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ളത്. വാക്വം പ്രഷർ, അതായത് ഡയറക്റ്റ്ലി ഇവിടെ എന്ത് തരുന്നുണ്ട്? പ്രഷർ തരുന്നുണ്ട്. അതല്ലാതെ ഇവിടെ ഒരു യൂട്യൂബ് ബാരോമീറ്റർ കണക്ട് ചെയ്തിട്ട് ആ മെർക്കുറി ലെവൽ ഡിഫറൻസ് അല്ല ഈ തന്നേക്കുന്ന 30. അതിന് പകരം അവരെന്ത് ചെയ്തിരിക്കുകയാണ്? ആ സെക്ഷൻ 2-ലെ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് മെർക്കുറിൽ തന്നിരിക്കുകയാണ്. നമ്മളെ കുഴപ്പിക്കുവാനായിട്ടും നമ്മളെ പർപ്പസ്ഫുള്ളി ട്രാപ്പ് ചെയ്യാനും വേണ്ടിയാണ് ഈ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, വാക്വം പ്രഷർ, അതായത് ത്രോട്ടിലെ പ്രഷർ നെഗറ്റീവ് പ്രഷർ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? വാക്വം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഗിവൺ ആസ് എ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് മെർക്കുറി. മെർക്കുറിയുടെ ടേംസിലാണ് എന്ത് തന്നിരിക്കുന്നത്? ഈ കാണുന്ന പ്രഷറിന്റെ ഹെഡ് തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ആരാണ്? ഹു ഈസ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്? വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. അപ്പോൾ ഈ കാണുന്ന 30 cm ഓഫ് മെർക്കുറി നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഇൻ ടേംസ് ഓഫ് വാട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ P1 വി ഗോട്ട് P1. നോക്കൂ നിങ്ങൾ, ഈ P1 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 17.658 into 10⁴ Newton per meter square ആയി മാറും. അല്ലെങ്കിൽ ഈ കാണുന്ന സെക്ഷൻ 1-ലെ പ്രഷർ, കാരണം നമുക്ക് ആവശ്യം എന്താണ്? നമ്മുടെ മറ്റേ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ √2gh. ഈ h എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡാണ്. ദാറ്റ് ഈസ് P1 - P2/ρg. ഈ P1 - P2/ρg ഇവിടെ ഡയറക്റ്റ്ലി ഈ ക്വസ്റ്റ്യൻ തരാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ഇൻഡയറക്റ്റ് ആയിട്ടൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടെത്തി? ആ h കണ്ടെത്തി. ഇവിടെ ഈ കാണുന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ നമുക്ക് എന്ത് വേണം? x വേണം. ഈ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ അവിടെ x തന്നിട്ടില്ല. അതിന് പകരം അവർ എന്ത് തന്നിട്ടുണ്ട്? ഈ കാണുന്ന P1 P2. P1 ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, P2 ഇൻഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അത് കണ്ടെത്തണം. അപ്പം സിംപ്ലി P1 - P2/ρg നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് h. അതിൽ P1 കട്ടും. ഫസ്റ്റത്തെ നമുക്ക് H1 ആണ്. H1 എന്ന് പറഞ്ഞാൽ P1/ρg ആണ്. വാട്ട് ഈസ് P1? 17.658 into 10⁴ ഡിവൈഡ് ബൈ റോ എത്രയാണ്? വാട്ടർ 10⁻3. G എത്രയാണ്? 9.81. സോ വി വിൽ ഗെറ്റ് ദ ഇൻലെറ്റിലുള്ള പ്രഷർ ഹെഡ് നമുക്ക് കിട്ടും. വാട്ട് ഈസ് ദാറ്റ് പ്രഷർ ഹെഡ്? H. 18 meter ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് 18 meter ഓഫ് വാട്ടറിൽ നമുക്ക് ആരെ കിട്ടി? H1 കിട്ടി. പക്ഷെ സെക്ഷൻ 2-ൽ തന്നിരിക്കുന്ന ആ പറയുന്ന പ്രഷർ ഹെഡ് 30 cm ഓഫ് മെർക്കുറിയാണ്. നമുക്ക് മെർക്കുറിയുടെ ടേംസിൽ വേണ്ട, കാരണം നമ്മുടെ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ആരാണ്? വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ ടേംസിലേ ആ പ്രഷർ ഹെഡ് തരാൻ പാടുള്ളൂ. അത് മാത്രമേ നമ്മൾ ഇക്വേഷൻസിൽ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ മെർക്കുറി ലെവൽ ഡിഫറൻസ്, യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിച്ചുള്ള മെർക്കുറി ലെവൽ ഡിഫറൻസ് ആണെങ്കിൽ പ്രശ്നമില്ല. അത് X ആണ്. പക്ഷേ ഇത് X അല്ല, ഇത് അവിടുത്തെ പ്രഷർ ഹെഡാണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഇതേപോലെ ആര് കണ്ടെത്തണം? H2 കണ്ടെത്തണം. നമ്മൾ H2 കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കൂ. സോ ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ ത്രോട്ട്. നമുക്കറിയാലോ, ഇതാണ് നമ്മുടെ പൈപ്പ്, ഇതാണ് നമ്മളെ പൈപ്പ്. ദിസ് ഈസ് അവർ കൺവേർജിങ് സെക്ഷൻ, ദിസ് ഈസ് അവർ ത്രോട്ട് ആൻഡ് ദിസ് ഈസ് അവർ ഡൈവേർജിങ് സെക്ഷൻ. ഇങ്ങനെയാണ് കഥ പോകുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ത്രോട്ടിലുള്ള പ്രഷർ ഇപ്പോൾ ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നു വിചാരിക്കാം. ഐ എം ഗോയിങ് ടു മെഷർ ദ പ്രഷർ അറ്റ് ദിസ് ത്രോട്ട്. ആ ത്രോട്ടിലെ പ്രഷർ മെഷർ ചെയ്യാൻ പോവുകയാണ്. അവിടുത്തെ ഒരു പ്രഷർ ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കും. അത് നിങ്ങൾ മെർക്കുറി വെച്ച് മെഷർ ചെയ്താലും അല്ല വാട്ടർ വെച്ച് മെഷർ അല്ലെങ്കിൽ മെഷറിംഗ് മീഡിയം അത് മെർക്കുറി ആണെങ്കിലും അത് വാട്ടർ ആണെങ്കിലും അവിടുത്തെ പ്രഷർ Newton per meter square കിട്ടുന്ന പ്രഷറിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ. പ്രഷർ ഈസ് ഇക്വൽ ടു സിംപ്ലി ρgh എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണുന്ന പോയിന്റിലെ പ്രഷർ ഞാൻ എങ്ങനെ മെഷർ ചെയ്യാൻ പോകുന്നു വിചാരിക്കുക? ബൈ യൂസിങ് മെർക്കുറി ഉപയോഗിച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ഇൻറ്റു G ഇൻറ്റു H. ഈ കാണുന്ന H ആരായിരിക്കണം? അത് മെർക്കുറി ഹെഡ് ആയിരിക്കണം.
ദിസ് ഷുഡ് ബി ഈക്വൽ ടു ഇതേ സ്ഥലത്തിലെ പ്രഷർ ഞാൻ വാട്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്താൽ എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ, സെയിം വാല്യൂ കിട്ടാൻ പാടുള്ളൂ. കാരണം റോജി വെച്ച് എന്ന് പറഞ്ഞാൽ Nm/m²ലാണ്. പക്ഷേ അവിടുത്തെ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കണം, G ആയിരിക്കണം. ദിസ് ഈസ് H വാട്ടർ. ശ്രദ്ധിക്കണേ, ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള പ്രഷർ ഞാൻ ഏത് ഫ്ലൂയിഡ് വെച്ച് മെഷർ ചെയ്താലും അവൻ്റെ പ്രഷർ, ഫൈനൽ പ്രഷർ സെയിം ആയിരിക്കും. പക്ഷേ ആ ഫ്ലൂയിഡ് കോളത്തിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, പ്രഷർ ഹെഡ് ഓരോ ഫ്ലൂയിഡ് മാറുന്നതനുസരിച്ച്, കാരണം ഡെൻസിറ്റി മാറും, അതനുസരിച്ച് ആ ഹെഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെർക്കുറിയാണ്, റൈറ്റ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന വാട്ടറാണ്. രണ്ടുപേരുടെയും റോജി എച്ചിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷേ ഈ കാണുന്ന HWയും HMൻ്റെ വാല്യൂ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഈ കാണുന്ന HM ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്, HM. അതായത് ഇവിടെ നമ്മൾ മെർക്കുറി വെച്ച് മെഷർ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന മെർക്കുറി പ്രഷർ ഹെഡാണ് ആരെന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആവശ്യം H വാട്ടർ അല്ലേ. അപ്പോൾ ഇവിടെ ആര് കട്ടായി പോകുന്നു, G കട്ടായി പോകുന്നു. നമുക്ക് ആവശ്യം ആരാണ്, H വാട്ടർ. H വാട്ടർ ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇൻറ്റു H മെർക്കുറി. ഈ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ആരാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെർക്കുറി കിട്ടും. ഇൻറ്റു ഈ HM എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, HW. ഈ HW നമുക്ക് എന്ത് വിളിക്കാം, H2. കാരണം അത് സെക്ഷൻ, ദിസ് ഈസ് സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2ലെ പ്രഷർ ഹെഡായിട്ട് നമുക്ക് അവനെ എന്ത് ചെയ്യാം, വിളിക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മാനോമെട്രിക് ഫ്ലൂയിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, മെർക്കുറി അറിയാം. 13.6 ഇൻറ്റു 30 ചെയ്താൽ ആര് കിട്ടും, വി വിൽ ഗെറ്റ് H2. So 13.6 into 30, the answer will be 4.08. 4.08 meter of water. മക്കളെ, ഇത് വലിയ കൺസെപ്റ്റ് ഒന്നും ഇല്ല, വലിയ ഒരു കൺസെപ്റ്റും ഇല്ല. ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് വാട്ടറാണ്, സംശയമില്ല, കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അവർ ത്രോട്ടിലെ പ്രഷർ ഹെഡ് H തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് മെർക്കുറിയിലാണ്. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, കാരണം ഫ്ലോയിങ് ഫ്ലൂയിഡ് വാട്ടറാണ്. അപ്പോൾ സെക്ഷൻ 1ലെ പ്രഷർ ഹെഡ് നമ്മൾ ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ കണ്ടുപിടിച്ചാൽ സെക്ഷൻ 2ലെ പ്രഷർ ഹെഡും ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്തു, ഒരു സെക്ഷൻ 2ലെ പ്രഷർ നമ്മൾ മെർക്കുറി ഉപയോഗിച്ച് മെഷർ ചെയ്താലും വാട്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്താലും പ്രഷർ റിമെയിൻ സെയിം ആണ്. ആ പ്രഷർ ഇക്വേറ്റ് ചെയ്തു. ആ പ്രഷർ ഇക്വേഷൻസ് റോ G H ആണ്, റോ M ഇൻറ്റു G ഇൻറ്റു HM. ഈ HM ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. റോ W ഇൻറ്റു G ഇൻറ്റു HW. ഈ HW ആണ് നമ്മൾ വാട്ടറിൻ്റെ പ്രഷർ ഹെഡ്, അതിവിടെ നമ്മൾ കണ്ടെത്തി. ഇറ്റ് ഇസ് 4.08 മീറ്റർ ഓഫ് വാട്ടർ എന്ന് കിട്ടി. ഇനി ഈ H2ൻ്റെ വാല്യൂ ഇങ്ങോട്ട് മാറ്റി ചെയ്തിട്ട് വാട്ട് ഈസ് ദിസ് H2? H2 ഈസ് ഈക്വൽ ടു 4.08 മീറ്റർ ഓഫ് വാട്ടർ. ഇങ്ങനെ മാത്രം കൊടുത്താൽ പോരാ, ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. എന്ത് കൊടുക്കണം പിള്ളേരെ, ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഞാൻ വേറെ കളറിൽ പറയാം, നെഗറ്റീവ് സൈൻ കൊടുക്കണം. വൈ നെഗറ്റീവ് സൈൻ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അവിടുത്തെ പ്രഷർ വാക്വം പ്രഷറാണ്, നെഗറ്റീവ് പ്രഷർ ആണെന്ന് ആര് പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുത്തേ പറ്റൂ, ആ നെഗറ്റീവ് എന്ന് പറയുന്ന പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വി ഹാവ് ടു പുട്ട് നെഗറ്റീവ് സൈൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ H. വാട്ട് ഈസ് H? H എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡ് ആണ് ഈ H എന്ന് പറഞ്ഞത്. ദിസ് H ഈസ് ഈക്വൽ ടു P1 ബൈ റോ G മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ G. ഈ P1 ബൈ റോ G ആണ് ആര്, H1, മൈനസ് P2 ബൈ റോ G ആണ് ആര്, H2. What is H1? We got H1 as 18 meter. Okay, minus H2. What is H2? It is 4.08. So minus of minus, again minus കൊടുക്കണം. ഈ 4.08 വാല്യൂ നെഗറ്റീവ് ആണ്. സോ മൈനസ് 4.08 മീറ്റർ. സോ മൈനസ് പ്ലസ് ആകും. സോ ഫൈനലി വിൽ ഗെറ്റ് 22.08 മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ നമുക്ക് ആരെ കിട്ടും, വി വിൽ ഗെറ്റ് H. ഏത് H? ആ വെഞ്ചുറി മീറ്ററിൻ്റെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ കൊടുക്കാനുള്ള ആ ഫൈനൽ ഇക്വേഷൻസിനകത്തുള്ള ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡ് നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് 22.08 മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് പോക്കാം, വാട്ട് വിൽ ബി ദ വാല്യൂ. ഓക്കെ, ഇറ്റ് ഈസ് 22.08 മീറ്റർ. കറക്റ്റാണ്, ഇറ്റ് ഈസ് 22.08 മീറ്റർ. നമ്മൾ പ്രോബ്ലത്തിലൊക്കെ തൊട്ടപ്പുറത്തേക്ക് ചെയ്തത് മീറ്ററിലല്ലേ, സോറി സെൻറ്റിമീറ്ററിലല്ലേ. സോ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2208 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ. ദിസ് ഇസ് അവർ H. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, വളരെ ഈസി ആയിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. എന്താണ് കഥ? Q ആക്ച്വൽ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു A1 A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2GH. ഇതിലെല്ലാ വാല്യൂസും നമുക്കറിയാം. D1, what is D1? It is pi by 4 D1 square. അതൊന്നും ഇവിടെ എഴുതി സമയം കളണ്ടല്ലോ. what is D1?
D1 is equal, sorry, not D1 അല്ലല്ലോ A1 അല്ലേ, A1 is equal to pi by 4 D1. What is D1? It is 20 square ആണ്. A2 is equal to pi by 4 D2 square, it is 10 square ആണ്. നമുക്ക് ആ വാല്യൂസ് ഒന്ന് എഴുതി പോകാൻ വേണമെങ്കിൽ let me check the values. A1 314.16 314.16 centimeter square ആണ്. A1, what is A2? It is 78.74 78.74 centimeter square. Okay, so we got the values of what A1 and A2 ന്റെ വാല്യൂ കിട്ടി, H കിട്ടി. ഇനി നമ്മൾ തൊട്ടപ്പുറത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ ഇത് കയ്യിലില്ലെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലെങ്കിൽ ചുമ്മാ നോക്കി സമയം പോകും. എഴുതി പോകാം. CD, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് CD ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. CD യുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.98 എന്ന് പറയുന്നുണ്ട്. ഇൻറ്റു റൂട്ട് ഓഫ് A1, വാട്ട് ഈസ് A1? 314 എത്രയാണ് 16 ഇൻറ്റു 78.54 A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ 314.16 the whole square 78.54 the whole square. Okay, ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു G എത്രയാണ് 9.81 ഇൻറ്റു 100 കൊടുക്കാൻ മറക്കരുത്, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് H ഹിയർ? നമ്മൾ Hനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 2208. ദിസ് ഈസ് അവർ H. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഡു യു നോ വാട്ട് വിൽ ബി ദ ആൻസർ? ഇത് കിട്ടുന്ന ആൻസർ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ കിട്ടും. എന്തിൽ കിട്ടും? സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ കിട്ടും. ഈ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് ചെയ്തു? 1000 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷൻ ഇതിനെ സോൾവ് ചെയ്ത് സെൻറ്റിമീറ്ററിൽ കിട്ടുന്ന ഫൈനൽ വാല്യൂ ഇല്ല, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. അതിന് നമ്മൾ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ എന്ത് കിട്ടും? ഇറ്റ് ഈസ് 165.555 ലിറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ആക്ച്വൽ ഡിസ്ചാർജ്. കഥ കഴിഞ്ഞില്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ക്യൂ ആക്ച്വലിനകത്തുള്ള ഇക്വേഷൻസും CD-യും എല്ലാം പഴയ കൺസെപ്റ്റാണ്. ഈ H മാത്രമാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. ആ H കണ്ടുപിടിക്കുന്നത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. H ഒന്ന് വാക്വം പ്രഷറാണ്, അതുകൊണ്ട് അത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആ Hന് അവർ ഇൻ ടേംസ് ഓഫ് മെർക്കുറി ഹെഡിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യം ഇൻ ടേംസ് ഓഫ് എന്തിലാണ്? വാട്ടറിലാണ്. അപ്പോൾ നമ്മൾ അവനെ വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്തു, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി ഗോട്ട് ദ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി ഒരു സംശയവും വരാൻ പാടില്ല ഈ പ്രോബ്ലത്തിൽ. ഇതോടുകൂടി ഈ ടൈപ്പ് പ്രോബ്ലം എന്തായിരിക്കണം? ക്രിസ്റ്റൽ ക്ലിയർ ആയി മാറിയിരിക്കണം. ഓക്കെ.